CPM ആ രീതിയിലായിരിക്കുന്നു. പണ്ടൊക്കെ CPM പോലുള്ള പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയങ്ങളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടാണ് അതൊക്കെ ചെയ്തിരുന്നത്. തെറ്റുകൾ സമ്മതിക്കാൻ തയ്യാറാകുമായിരുന്നു. തെറ്റുകൾക്ക് ചില പ്രത്യയശാസ്ത്രപരമായ ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരുമെങ്കിലും സത്യമായിട്ട് പറയുമായിരുന്നു. ഇപ്പോഴാ സത്യങ്ങൾക്കോ അല്ലെങ്കിൽ സത്യസന്ധമായ വിലയിരുത്തലുകൾക്കോ ആ പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല. പിണറായി പറയുന്നത് എന്താണോ അങ്ങനെ പാർട്ടി തീരുമാനിക്കൂ, മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു യോഗം നടന്നിരുന്നു. അതില് എന്തുകൊണ്ട് തോറ്റു എന്ന ചർച്ച വന്നപ്പോൾ ശരിയായ ദിശയിലേക്ക് ആ ചർച്ചയൊന്ന് പോയതാണ്. അത് പ്രായോഗിക തലത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനമായിരുന്നു. സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അന്ന് സെക്രട്ടേറിയറ്റിൽ വന്നത്. പക്ഷെ അതിനുശേഷം അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടി വേദികളിൽ ഉയർന്നു വരാതിരിക്കുന്നതിന് പിണറായി വിജയൻ ശ്രദ്ധിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതിന്റെ ഫലമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച അവലോകന റിപ്പോർട്ടിൽ പ്രകടമായത്. പറഞ്ഞല്ലോ, ഇത്രയും വിശകലനങ്ങൾ പണ്ടൊക്കെ CPM നടക്കുന്നത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ല, തെറ്റുകൾ തിരുത്താൻ വേണ്ടിയായിരുന്നു. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പോഴതല്ല. ഇപ്പോൾ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിൽക്കാൻ പാടില്ല. അതാണ് ഇന്ന് പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത്.